ഹായ്, ഞാൻ അനീറ്റ, ഡിജി സുധ പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും സെറ്റ്ഗോ ഇന്നോവേഷന്റെയും ഫൗണ്ടറാണ്. നിങ്ങളോട് എല്ലാവരോടും ഫസ്റ്റ് ജോബായിട്ട് നമ്മൾ തന്നിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ആണ്. എന്തിനാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഫസ്റ്റ് ജോബായിട്ട് തന്നിരിക്കുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് ഓൾറെഡി 5-6 ബാങ്കുമായിട്ട് പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് ടൈപ്പ് ഉണ്ട്. സോ നിങ്ങൾ ബാങ്കിങ് മേഖലയിൽ ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കും. ഈസിലി നിങ്ങളെ ബാങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാനും സാധിക്കും. ഇതിനെന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ കസിൻസ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, എന്താണ് നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ടത്? നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഇവരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് ഇവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു 50 അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതും ഒരു 3-4 ഡേയ്സിനകം. ചിലർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ടെക്നിക്കലി കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അവരുടെ അടുത്ത് പോകേണ്ടി വരും. പക്ഷെ ഒരു 3-4 ദിവസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈ സർക്കിളിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 50 അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവും. അതുപോലെ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിങ് പ്രോസസ്സിംഗ് പഠിക്കും. എത്ര അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നോ അത്രയും നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ട് എന്നുള്ള ഒരു പ്രീ ജഡ്ജ് മൈൻഡ് ആദ്യം മാറ്റണം. നിങ്ങൾ പറഞ്ഞാൽ അവർ ഉറപ്പായിട്ടും ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. എന്താ സംശയമുണ്ടോ? എൻ്റെ 2-ലും 1-ലും പഠിക്കുന്ന കുട്ടികൾ ഈ ജോലി ഓൾറെഡി അവർ ചെയ്തു. അവർ 150 അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുകയും സ്റ്റിൽ അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയും ഫാമിലിയിലുള്ള ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഓപ്പൺ ചെയ്ത 150 അക്കൗണ്ട്സിന്റെയും ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. അവർക്ക് ഈ ജോലി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന നിങ്ങൾക്കോ വളരെ എളുപ്പം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഈ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്രീഷിയേറ്റ് എന്ന് പറയുന്നത് യെസ് ബാങ്കിന്റെ TSP ആണ്. TSP എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സർവീസ് പ്രൊവൈഡർ. അതിന്റെ പ്ലേ സ്റ്റോറിൽ ഡിസ്ക്രിപ്ഷനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളോട് എല്ലാവരോടും പാൻ കാർഡ് എടുക്കാൻ നമ്മൾ പറയുന്നുണ്ട്. എന്തിനാണ് പാൻ കാർഡ് വേണമെന്ന് നമ്മൾക്ക് പറയുന്നത്? ഏതൊരു നല്ല കമ്പനിയിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പാനും ആധാറും സർട്ടിഫിക്കറ്റ്സും ഒക്കെ മേടിക്കും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് തരുന്ന ഓരോ ജോലികൾക്കും നിങ്ങളുടെ KYC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങളുടെ ബാങ്ക് നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലായിരിക്കും നിങ്ങളുടെ പേയ്മെന്റ്സ് വരുന്നത്. 10,000 റുപ്പീസിന് മേലിലുള്ള ട്രാൻസാക്ഷന് നിങ്ങൾക്ക് TDS പിടിക്കണം എന്ന് നമ്മുടെ ഇൻകം ടാക്സ് റൂൾ പ്രകാരം ഉള്ളതാണ്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പാൻ കാർഡ് എടുക്കാൻ എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്നത്. മുൻപോട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് എപ്പോഴും ഉപയോഗം മാത്രമേ വരത്തുള്ളൂ. പാൻ ഇല്ലാത്ത കുട്ടികൾ വിഷമിക്കേണ്ട. നമ്മൾ ഓൾറെഡി പാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിന് നമ്മളൊരു ഗൂഗിൾ ഫോം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യുക. 250 റുപ്പീസ് ആണ് നമുക്ക് തരേണ്ടത്. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അക്ഷയയിലോ വേറെ പാൻ സെന്ററിലോ ഒന്നും പോകേണ്ട കാര്യമില്ല. വീട്ടിലിരുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലൂടെ നമ്മൾ ചോദിക്കുന്ന ഡീറ്റെയിൽസ് മാത്രം ഫില്ല് ചെയ്ത് നമുക്ക് ആ ഗൈഡ് ലൈൻസ് പ്രകാരം തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ ഒരു 3-4 ഡേയ്സിനകം ഇമെയിലിൽ വരും. ഹാർഡ് കോപ്പി വിത്തിൻ 21 ഡേയ്സ് ആകുകയും ചെയ്യും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CA എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ട്സ്. നമ്മുടെ CA ഫൈനൽ എക്സാമിന് മുന്നേ ഒരു കോഴ്സ്, സർട്ടിഫൈഡ് കോഴ്സ് ചെയ്യണം. അതിൻ്റെ കുറച്ച് ടാസ്കുകൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്ന് വായിച്ചു നോക്കൂ. എന്തിനാണ് ഈ ടാസ്കുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണേ? അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഉണ്ടാകാനായിട്ടും ബാക്കിയുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടും ആണ്. അതുപോലെ തന്നെ ഒരു ടീം ബിൽഡ് ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു 100 അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്ക് എക്സ്ട്രാ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ചെയ്യില്ലേ? നമ്മൾ നിങ്ങളോട് മാർക്കിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ഒരു 10,000 രൂപ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓൾറെഡി എൻ്റെ കുട്ടികൾ ഇത് ചെയ്ത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്തതുമാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്.